പാലക്കാട് വാളയാറിലെ ആൾക്കൂട്ട കൊലപാതക കേസിൽ റിമാൻഡ് റിപ്പോർട്ട് പുറത്ത്. പ്രതികൾ രാംനാരായണനെ വടി ഉപയോഗിച്ച് മുതുകിലും തലയ്ക്കും അടിച്ചുവെന്നും മുഖത്ത് ചവിട്ടിയെന്നും റിപ്പോർട്ടിലുണ്ട്. നന്ദഗോപാൽ വിവരങ്ങളുമായി ചേർന്നു. നന്ദഗോപാൽ, ആദ്യമായി റിമാൻഡ് റിപ്പോർട്ടിൽ നമുക്ക് അറിയേണ്ട വിവരം, നേരത്തെ FIR-ൽ മർഡർ കൊലപാതക കേസാണ് ചുമത്തിയിരുന്നത് BNS പ്രകാരം. അത് റിമാൻഡ് റിപ്പോർട്ടിൽ തിരുത്തി ആൾക്കൂട്ട കൊലയാക്കിയിട്ടുണ്ടോ? നിലവിൽ ആൾക്കൂട്ടക്കൊലയാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ ക്രൂരമായ മർദ്ദനത്തിനാണ് രാംനാരായണൻ ഇരയാവുകയും ചെയ്തിട്ടുള്ളത്. പോലീസ് നേരത്തെ തന്നെ ഈ വിഷയത്തിൽ കണ്ടെത്തിയ കാര്യം ഏതാണ്ട് 15ഓളം പേർ രാംനാരായണനെ മർദ്ദിച്ചിരുന്നു എന്നുള്ളതാണ്. അതിൽ സ്ത്രീകൾ ഉൾപ്പെടെ ഉണ്ട് എന്നുള്ളതും പോലീസ് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൽ 5 പേരെ മാത്രമാണ് നിലവിൽ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. പലരും നാട് വിട്ടുപോയി എന്നുള്ളതാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഏതായാലും ക്രൈംബ്രാഞ്ച് ഈ കേസ് ഏറ്റെടുക്കും അതിൽ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം വടി ഉപയോഗിച്ച് മുതുകിലും തലയ്ക്കും അടിച്ചു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ മുതുകിലും മുഖത്തും ഇവർ ചവിട്ടി എന്നുള്ളതും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പോസ്റ്റ്മോർട്ടത്തിനെ അടിസ്ഥാനമാക്കിയാണ് റിമാൻഡ് റിപ്പോർട്ട് കൂടെ തയ്യാറാക്കിയിട്ടുള്ളത്. അതായത് രാംനാരായണൻ ഇരയായത് ക്രൂരമായ മർദ്ദനത്തിനാണ്, ദയനീയമായ മരണമാണ് രാംനാരായണ ഉണ്ടായത് എന്നുള്ളതാണ് വളരെയധികം വിഷമിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. ഏതായാലും ഈ സംഭവത്തിൽ പോലീസ് ക്രൈംബ്രാഞ്ച് അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട്. കൂടുതൽ അറസ്റ്റ് ഉടൻ തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, ഏതായാലും ടി നന്ദഗോപാൽ തരുന്ന വിവരം, FIR-ൽ ഉണ്ടായിരുന്ന കൊലപാതക കേസാണെങ്കിൽ റിമാൻഡ് റിപ്പോർട്ടിൽ അത് ആൾക്കൂട്ട കൊലയാക്കി മാറ്റിയിട്ടുണ്ട്, വകുപ്പ് മാറ്റിയിട്ടുണ്ട് എന്നാണ്. സാജിദ് അജ്മൽ കൂടി ചേർന്നു വിവരങ്ങളുമായി. സാജിദ്, ഈ കേസന്വേഷണത്തിൽ ഇപ്പോൾ എത്ര പേർ അറസ്റ്റിലായിട്ടുണ്ട്? ഇത് ഇപ്പോൾ ആൾക്കൂട്ട കൊല എന്ന അർത്ഥത്തിൽ SP റാങ്കിൽ കുറയാത്ത ഒരാളാണോ അന്വേഷിക്കുന്നത്? പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുണ്ടോ? കേസ് ആദ്യം അന്വേഷിച്ചിരുന്നത് വാളയാർ CIയുടെ നേതൃത്വത്തിലുള്ള ലോക്കൽ പോലീസാണ്. പിന്നീട് അത് ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറി. ഏറ്റവും അവസാനം അത് ജില്ലാ പോലീസ് മേധാവി തന്നെ അന്വേഷിക്കും എന്നുള്ളതാണ് ആഭ്യന്തര വകുപ്പ് അറിയിക്കുന്നത്. അതായത് പാലക്കാട് SP ഈ കേസ് നേരിട്ട് അന്വേഷിക്കും. ഈ കേസിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഈ സ്വഭാവം പരിഗണിച്ച് ആൾക്കൂട്ട കൊലയാണ്. അത് നേരത്തെ അത് ഈ സംഘം ചേർന്ന് മർദ്ദിക്കുക, ഈ കൊലപാതകം എന്നുള്ളതാണ്. അത് ആൾക്കൂട്ട കൊലപാതകം എന്നുള്ളത് തന്നെ എന്നതിലേക്ക് തന്നെ വരുന്ന രീതിയിൽ അതിൻ്റെ വകുപ്പുകളിൽ മാറ്റം വരും. അത് പ്രാഥമിക FIR-ൽ ഈ കൂടുതൽ വകുപ്പുകൾ ചേർക്കും എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. നിലവിൽ 5 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ 4 പേരും സജീവ RSS BJP പ്രവർത്തകരാണ്. ഇനിയും 10 ആളുകളെ ലഭിക്കാനുണ്ട്. ഇതിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഉണ്ട് എന്നുള്ളതാണ്. ഇതിൽ നടന്നിരിക്കുന്നത് ഒരു നിസ്സഹായനായ ഒരു മനുഷ്യൻ, ഈ മലയാളം ഭാഷ അറിയാത്ത ഒരു മനുഷ്യൻ, ആ മനുഷ്യനെ ഈ സംഘം ചേർന്ന് മർദ്ദിക്കാൻ തുടങ്ങുന്നു. പിന്നീട് ആ വഴി വന്ന പലരും ഈ തല്ലി പോവുകയാണ്. അത് വടി ഉപയോഗിച്ച് തല്ലിയ ആളുകളുണ്ട്, കൈ ഉപയോഗിച്ച് തല്ലിയ ആളുകളുണ്ട്. ഇങ്ങനെ ഈ തിരിച്ച് പ്രതികരിക്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ ഒരു ആൾക്കൂട്ട മനഃശാസ്ത്രം ആ രീതിയിൽ പ്രതികരിക്കുകയും വരുന്നവരും പോകുന്നവരും ഈ രാംനാരായണനെ തല്ലുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. അത് ആ ഗൗരവത്തിൽ തന്നെ ഈ സർക്കാരും ആഭ്യന്തര വകുപ്പും പരിഗണിക്കും എന്ന് വേണം പുതിയ നീക്കങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ. എന്തായാലും പാലക്കാട് SP നേരിട്ട് അന്വേഷിക്കാനാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. ശരി, സാജിദ് അജ്മലാണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാട് SP-യുടെ നേതൃത്വത്തിൽ അന്വേഷണ സംഘം രൂപീകരിച്ച് SP നേരിട്ട് അന്വേഷിക്കാൻ തീരുമാനമുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും അന്വേഷണം, അതായത് റിമാൻഡ് റിപ്പോർട്ട് സമർപ്പിച്ചതുപോലും വാളയാർ CI ആണ് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതായത് ഇത് ഒരു ആൾക്കൂട്ട കൊലപാതകമാക്കി കേസ് മാറ്റിയിട്ടുണ്ടോ? ഇതുവരെ ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുണ്ടോ? കൃത്യമായ നഷ്ടപരിഹാരം കൊടുത്തിട്ടുണ്ടോ? തുടങ്ങിയ ചോദ്യങ്ങളാണ് ഭരണകൂടത്തോട് ഈ ഘട്ടത്തിൽ ഉയർത്തേണ്ട ചോദ്യങ്ങൾ. അത് മൂന്നും ഉറപ്പ് നൽകിയിട്ടുണ്ട്. കോമ്പൻസേഷൻ സംബന്ധിച്ചും ഇത് ആൾക്കൂട്ട കൊലപാതകമായി അന്വേഷിക്കുമെന്നും പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുമെന്നും ഉറപ്പ് നൽകിയിട്ടുണ്ട്. എന്നല്ലാതെ ഈ നിമിഷം വരെ അത് മെറ്റീരിയലൈസ് ചെയ്യപ്പെട്ടില്ല, പ്രായോഗികമായിട്ടില്ല എന്നാണ് സാജിദ് അജ്മൽ പറയുന്നത്.